വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദീപം മറച്ചുവെക്കരുത്. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വെക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. സത്യവും അസത്യവും യേശുവിന്റെ ദാർശനിക ചിന്തയിൽ. സത്യത്തിന്റെയും അസത്യത്തിന്റെയും അടിസ്ഥാന സ്വഭാവങ്ങളെ പറ്റിയുള്ള ഒരു ദാർശനിക ചിന്തയാണ് യേശു ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. സത്യത്തിന്റെ സ്ഥായി സ്വഭാവം അത് സ്വയം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ അസത്യത്തിന്റെ സ്ഥായി സ്വഭാവമായിട്ട് നിൽക്കുന്നത് സ്വയം മറഞ്ഞിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ സത്യത്തെ യേശു ദീപമായിട്ട്, വെളിച്ചമായിട്ട്, പ്രകാശമായിട്ട് സങ്കല്പിക്കുമ്പോൾ അസത്യത്തെ അന്ധകാരമായിട്ടാണ് ഇവിടെ യേശു നിദർശനം ചെയ്യുന്നത്. പ്രകാശം സ്വയം പ്രകാശിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയമായിട്ട് പ്രകാശിക്കുന്നതോടുകൂടെ അതും പ്രകാശിതമാക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന സ്വഭാവം. അന്ധകാരം ആഗ്രഹിക്കുന്ന അസത്യത്തിനെ അങ്ങനെ സ്വയം പ്രകാശത്തിൻ്റെതായിട്ടുള്ളൊരു ഭാവം അതിനില്ല. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും സത്യത്തിന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുമെന്ന് തന്നെയല്ല, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ വ്യക്തിക്ക് ലഭിക്കാനിടവരും എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട്. പക്ഷേ ആരെങ്കിലും അസത്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നാണെങ്കിൽ ഉള്ളത് പോലും നഷ്ടപ്പെടാനാണ് ആ വ്യക്തിക്ക് ഇടവരിക. കാരണം അസത്യത്തോട് ചേർന്ന് നിൽക്കുന്നത് സത്യമാണ് എന്ന യാഥാർത്ഥ്യം ഭാവിയിൽ വെളിപ്പെടുത്തപ്പെടുമ്പോൾ ആ സത്യത്തിന്റെ സ്വഭാവം ഈ വ്യക്തിയിൽ നിന്ന് ഉള്ളത് പോലും നഷ്ടപ്പെടാനിടവരും. വളരെയേറെ അപമാനം സഹിക്കാനും വളരെയേറെ കുറവുകൾ ഉണ്ടാകാനും ഇടവരുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആ വ്യക്തി സ്വയം വെക്കപ്പെടാനിടവരും. അതുകൊണ്ട് യേശു തന്റെ അനുയായികളെ പ്രബോധിപ്പിക്കുന്നത് എപ്പോഴും നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകണം, സത്യത്തിനോട് ചേർന്ന് നിൽക്കണം, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശം തന്നെയാണ് എന്ന് മറ്റൊരവസരത്തിൽ യേശു പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ യേശുവിന്റെ കാഴ്ചപ്പാട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും.